ഈ മാസം 14-ന് 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം. തുടർന്നുള്ള 14 ദിവസം സൗദി എയർലൈൻസ് നടത്തിയത് 2 ജംബോ വിമാനങ്ങളടക്കം 19 സർവീസ്. 6850 തീർത്ഥാടകരുള്ള കേരള സംഘത്തിൽ 11 കൈക്കുഞ്ഞുങ്ങളുമുണ്ട്. ലക്ഷദ്വീപിൽ നിന്നുള്ള 299-ഉം മാഹിയിൽ നിന്നുള്ള 14 തീർത്ഥാടകരും കേരള ഹജ്ജ് കമ്മിറ്റി വഴിയാണ് പോയത്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള 48 തീർത്ഥാടകർ നാളെ മുംബൈയിൽ നിന്ന് യാത്ര തിരിക്കും. തൃപ്തികരമായ സേവനമാണ് ഇത്തവണ ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയിരുന്നത്. സൗദി എയർലൈൻസിന്റെ ലഗേജ് കൗണ്ടർ തുറന്നതും തീർത്ഥാടകരുടെ താമസ സ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നേരത്തെ അറിയിച്ചതും ഏറെ സൗകര്യമായി. എല്ലാ ഹാജിമാരുടെയും സംസം കരിപ്പൂർ എയർപോർട്ടിൽ സൗദി എയർലൈൻസ് എത്തിച്ചു കഴിഞ്ഞു. ഇനി അവർ വന്നാൽ ഓരോരുത്തർക്കും അതിൻ്റെ ഓരോ ബോട്ടിൽ എയർപോർട്ടിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. അത്തരം സൗകര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം നമുക്ക് പ്രധാനമായും ഉണ്ടാക്കാൻ സാധിച്ചു. ഓരോ യാത്രാ സംഘത്തിനുമൊപ്പം ഒരു വളണ്ടിയറെ കൂടെ നിയോഗിച്ചിരുന്നു. സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഹജ്ജ് ക്യാമ്പിൽ സഹായങ്ങൾ ചെയ്തിരുന്നു. മഴ കാരണം ഒരു വിമാനം വൈകിയതൊഴിച്ചാൽ സൗദി എയർലൈൻസിന്റെ മുഴുവൻ സർവീസും കൃത്യസമയം പാലിച്ചു. ഹജ്ജും മക്ക മദീന സന്ദർശനവും കഴിഞ്ഞ് ഒക്ടോബർ 20-നാണ് ഹാജിമാരുടെ മടക്കയാത്ര തുടങ്ങുക. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മലപ്പുറം.